നല്ല ചിന്തകളോടെ ഉണരുക, പുഞ്ചിരിയോടുകൂടി സങ്കടങ്ങളെ നേരിടുക, തോൽക്കില്ല എന്ന വിശ്വാസത്തിൽ ജീവിതത്തിൽ മുന്നേറുക. പുഞ്ചിരി തൂകുന്ന കരുത്തുറ്റ വനിതകളുടെ വേദി, ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു സിനിമയാണ് തന്മാത്ര. അതിലൂടെ വന്ന് നമ്മളെ എല്ലാവരെയും വിസ്മയിപ്പിച്ച ഒരു അഭിനേത്രിയാണ്. സോ ലെറ്റ്സ് വെൽക്കം മീര വാസുദേവ്. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ മുംബൈയിൽ നിന്ന് ഒരു പെൺകുടി മലയാളത്തിൽ വന്നു. ഇപ്പോൾ നമ്മുടെ മലയാളത്തിന്റെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. പണ്ടത്തെക്കാളും കൂടുതലൊരു സ്നേഹം ഇപ്പോൾ ഉണ്ട് അല്ലേ? അതെ. അപ്പോൾ ആ എല്ലാ സ്നേഹവും ഇങ്ങനെ ഏറ്റു വാങ്ങിയിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ കുറേ വിശേഷങ്ങൾ, പഴയ വിശേഷങ്ങളും പുതിയ വിശേഷങ്ങളും ഒക്കെ ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. റെഡി? യെസ്. ഞാനിങ്ങനെ വിക്കിപീഡിയ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ഒരു സർക്കിൾ പോലെ തോന്നി ഈ ഒരു കരിയർ എന്ന് പറഞ്ഞാൽ. കാരണം ആദ്യം ഹിന്ദി, തെലുഗു, തമിഴ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് മലയാളത്തിൽ വന്നു. മലയാളികൾക്ക് ചിലപ്പോൾ തന്മാത്രയായിരിക്കും ഓക്കെ മീര വാസുദേവ് എന്ന് പറയുന്നത്. പക്ഷേ അതിനു മുൻപും ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഈ മലയാളത്തിലേക്ക് ഇങ്ങനെ മുംബൈയിൽ നിന്ന് വണ്ടി കയറി ഓരോ സ്ഥലങ്ങളിലും അഭിനയിച്ച് അവസാനം കേരളത്തിൽ വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഒരു ആളുകളുടെ ഒരു ഇഷ്ടവും ആ എക്സ്പീരിയൻസ് ഒക്കെ? മുംബൈയിലാണ് കരിയർ എനിക്ക് തുടങ്ങിയത്. അതെ. ഞാൻ ബേസിക്കലി ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ബോംബെ ആണ്. തമിഴ് അയ്യങ്കാർ കുട്ടിയാണ്. അപ്പോൾ തമിഴൊക്കെ എഴുതി പഠിക്കാനെല്ലാം പഠിച്ചിട്ടുണ്ട് അവിടെ തന്നെ. അവിടെ തുടങ്ങിയത് അവിടെ തന്നെ പിന്നെ ലൈഫ് കൊണ്ടുപോയതാണ് തമിഴിലേക്ക്, തെലുഗുലേക്ക്, ഹിന്ദിയിൽ തന്നെ പിന്നീട് കുറേയൊക്കെ ചെയ്തു, ആഡ്സ് കുറേ ചെയ്തു എല്ലാ ലാംഗ്വേജസിലും. ഫൈനലി തന്മാത്ര വന്ന ശേഷമാണ് കരിയർ ട്രാൻസ്ഫോമിങ് ആയിപ്പോയത്. എന്നിട്ട് അതിനുശേഷം മലയാളത്തിലാണ് ഞാൻ ഫൈനലി ഇവിടെ എൻ്റെ ഫാമിലിയും കൂടെ കൊണ്ടുവന്നിട്ട് ഐ ഹാവ് സെറ്റിൽഡ് ഇൻ ടു മലയാളം, ഇൻ ടു ദ മലയാളം കൾച്ചർ, ഇൻ ടു കേരള. സോ കേരള ഹാസ് ബിക്കം ഹോം ഫോർ മീ. കേരള ഈസ് ഓൾസോ മൈ വർക്ക്. ഈ ഹിന്ദി ആദ്യം ചെയ്ത മൂവി അതിലേക്ക് ഇങ്ങനെ ഓഡിഷൻ ത്രൂ ആണോ പോയത്, അതോ ചെറുപ്പം മുതൽ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഒരു ആർട്ടിസ്റ്റ് ആവണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എന്റർടൈൻമെന്റ് ഫീൽഡിൽ വർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ, അതെയോ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ വന്ന് പെട്ടതാണോ? ഇത് എൻ്റെ അനിയത്തിയാണ് ആദ്യം തുടങ്ങിയത്. അവള് ന്യൂസ് പേപ്പറിൽ ഒരു ആഡ് കണ്ടു ഇങ്ങനെ ആസ് ഫോർ എ ക്യാരക്ടർ റോൾ ഒരു ഓഡിഷന് വേണ്ടി. എന്നിട്ട് അവൾ അതിൽ കയറി ജാനം സംജാ കറോ എന്ന് പറഞ്ഞ പടത്തിലാണ് അവൾ അഭിനയിച്ചത് ആസ് എ ചൈൽഡ് ആർട്ടിസ്റ്റ്. പിന്നെ ആ പടത്തില് സൽമാൻ ഖാൻ ആൻഡ് ഉർമിള മാത്തോൻകർ ഉണ്ടായിരുന്നു. സെയിം പടം. സോ ആ പടത്തില് ഞാൻ എൻ്റെ അനിയത്തിയോട് ഞാൻ പോവും ലൊക്കേഷൻ ഷൂട്ടിങ്ങിലൊക്കെ. അതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഐ റിയലി വോണ്ട് ടു ഡു ദിസ്. ഒരു ഇഷ്ടം തോന്നി. ഐ തിങ്ക് ഐ വിൽ ബി ഗുഡ് ഫോർ ദിസ്. അങ്ങനെ തോന്നി. ഐ തോട്ട് ഐ വിൽ ബി ഏബിൾ ടു ഒരു ആക്ട്രസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. ഹീറോയിൻ അല്ല ഞാൻ ആലോചിച്ചത്, ആക്ടിങ് എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ഫീലിംഗ് തോന്നി. എന്നിട്ട് അത് ഞാൻ എൻ്റെ അമ്മയച്ഛനോട് ഷെയർ ചെയ്തു. പെട്ടെന്ന് ഞാൻ എൻ്റെ തടി കുറഞ്ഞിട്ട് ഐ ഗോട്ട് ഇൻ ടു ഷേപ്പ് ഫോർ ഇറ്റ്. കാരണം നമുക്ക് റോ മെറ്റീരിയൽസ് ഉണ്ടാവണമല്ലോ. ഒരു 6 month പ്ലാൻ എടുത്തു. ഏതുപോലത്തെ റോൾസ് എനിക്ക് ചെയ്യണം, എങ്ങനെ എനിക്ക് ഡ്രസ് ചെയ്യാനുണ്ട്, അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒരു നല്ല ഫോട്ടോഗ്രാഫറിന് അടുത്ത് പോയിട്ട് ഒരു ചെറിയ കോഴ്സും ചെയ്തു അവരോട്. ആക്ടിങ്ങിനുള്ള ഒരു ഇറ്റ് വാസ് എ വെരി ഇൻഫോർമൽ പോലത്തെ കോഴ്സ് ആയിരുന്നു അവരുടെ സ്റ്റുഡിയോയിൽ തന്നെ. വേറെയും കുറേ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു കൂടെ. ചില നല്ല ആക്ടേഴ്സ്, സച്ചിൻ ഖേഡേക്കർ പോലത്തെ ചില നല്ല ആക്ടേഴ്സ് വന്നിട്ട് അതിൽ ലെക്ചേഴ്സും എടുത്തു. സോ ഇറ്റ് വാസ് എ വെരി എഡ്യൂക്കേറ്റീവ് സ്റ്റാർട്ട്. അതിന് എനിക്ക് എൻ്റെ ആ ഡിസിഷൻ കറക്റ്റ് ആണെന്ന് ഒരു ഫീലിംഗ് കിട്ടി. സോ ദ ബിഗിനിങ് വാസ് ഗുഡ്, ഇറ്റ് വാസ് പ്ലാൻഡ്, ഇറ്റ് വാസ് ഗുഡ്. എന്നിട്ട് പിന്നെ ഫോട്ടോസിലേക്ക് പോയി. ഫോട്ടോസ് ചെയ്യുന്ന സമയം നമുക്ക് ഏതുപോലത്തെ എക്സ്പ്രഷൻസ് വേണം, എങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയവും ഉണ്ടായിരുന്നു. സോ വിത്ത് ദാറ്റ് ഒരു തറോ സ്റ്റഡിയോടാണ് ഇതിൽ കയറിയത്. വെരി ഗുഡ്. സോ ദെൻ ദ റിസൾട്ട് വാസ് കറക്റ്റ്. ഞാൻ ഏതൊക്കെയാണ് ടാർഗറ്റ് ചെയ്തതോ അതെല്ലാ മാർക്കറ്റ്സിലും ഐ കുഡ് റീച്ച്. ആഡ്സ് ആയിരുന്നു ടാർഗറ്റ്, ആങ്കറിങ് ആയിരുന്നു ടാർഗറ്റ്, പിന്നെ ടി വിയിൽ കുറേയൊക്കെ ടി വി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് തോന്നി ഈ ഒരു എക്സ്പീരിയൻസ് ആയ ശേഷം എനിക്ക് തോന്നി നൗ ഐ എം റെഡി ഫോർ മൂവീസ്. അപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ എനിക്ക് തോന്നുന്നുണ്ട് നമുക്കിപ്പോൾ മൂവീസിലേക്ക് കയറാം. അച്ഛൻ്റെ അമ്മയുടെ ഒരു പെർമിഷനും അവരുടെ ഒരു സപ്പോർട്ട് റെഡി ആയപ്പോൾ ദെൻ ഐ വെന്റ് ഓൺ ടു മൂവീസ്. ഇത്രയും ഒരു
പ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്ര ഭംഗിയായിട്ടുള്ള ആ ഒരു ജേർണി എക്സ്പ്ലെയിൻ ചെയ്തതും അത് എക്സ്പീരിയൻസ് ചെയ്തതും ഒരു പക്ഷേ മീര തന്നെയായിരിക്കും. ശരിക്കും ആ ഒരു എഫേർട്ടിനും അതായത് കറക്റ്റായിട്ട് എന്തൊക്കെ വേണം എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ചെയ്തതിന്റെ ഒരു റിസൾട്ടാണ് ഫൈനലി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അതിനൊരു നല്ലൊരു കൈയടി ഞങ്ങൾ നൽകുകയാണ്. ഇനി അടുത്ത വിശേഷം എന്ന് പറഞ്ഞാൽ ബ്ലസ്സി സർ, അദ്ദേഹത്തിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ പോലെ നല്ല കുറേ ടെക്നീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടി. അതിൽ മലയാളത്തിൽ തന്നെ നല്ലൊരു ഡയറക്ടറാണ് ബ്ലസ്സി സർ. സോ അദ്ദേഹത്തിൻ്റെ മൂവിയിലേക്ക് എത്തിയതും അദ്ദേഹം തന്നെ നേരിട്ട് വിളിച്ചതാണോ അതെയോ വേറെ ആരെങ്കിലുമൊക്കെ വഴിയാണോ തന്മാത്രയിലേക്ക് എത്തിയത്? ആ സമയത്തിൽ എൻ്റെ അച്ഛൻ്റെ അറിവിലുള്ള ഒരു മാനേജർ എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ ഞങ്ങൾ ചെന്നൈയിലാണ് മീറ്റ് ചെയ്തത് ബ്ലെസ്സി സാറിൻ്റെ ഓഫീസിൽ. നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. അതിൽ ബ്ലെസ്സി സാർ എന്നോട് ആ ഫുൾ സ്റ്റോറിയൊക്കെയാണ് അവിടെ പറഞ്ഞത്. ആ ഫുൾ സ്റ്റോറി പറഞ്ഞിട്ട് പിന്നെ അവർ അതിനുള്ള ചില ക്ലോസസ് അത് ഇതൊക്കെ കുറേ കാര്യങ്ങൾ അവർ എനിക്ക് ക്ലിയർ ആയിട്ട് അവർ എന്നോട് ആദ്യം തന്നെ പറഞ്ഞു. എനിക്ക് ഒരു ഡൗട്ടും അതിനുശേഷം തോന്നിയിട്ടേ ഇല്ല. ലാലേട്ടനാണ് ഇതില് പെയറാവുന്നതെന്നൊക്കെ അറിയുമ്പോൾ, കാരണം അദ്ദേഹത്തിന്റെ മുൻപത്തെ മൂവീസ് കണ്ടിരുന്നോ മലയാളം മൂവീസ്? ഓണസ്റ്റ്ലി ഇല്ല. ഓ ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ ടെൻഷൻ ഇല്ല. നമ്മൾ അയ്യോ ലാലേട്ടൻ, ആ ഒരു ടെൻഷൻ മീരയ്ക്ക് വന്നിട്ടുണ്ടാവില്ല. വളരെ നല്ല കാര്യം. അതുകൊണ്ട് ഈസി ആയിട്ട് അഭിനയിക്കാൻ പറ്റി. ഈസി ആയിട്ടല്ല, ചാലഞ്ച് ആയിരുന്നു, വലിയ ചാലഞ്ച് ആയിരുന്നു. കാരണം ഫസ്റ്റ്ലി അവർ വെറ്ററനാ. മോഹൻലാൽ സാറിന് പറഞ്ഞാൽ ഹീസ് എ വെറ്ററൻ. അപ്പോൾ അതുപോലത്തെ ഒരു ആർട്ടിസ്റ്റിനോട് നമ്മൾ അഭിനയിക്കുന്ന സമയത്തിൽ ഗ്രാൻറ്റഡ് എനിക്ക് ചില അവാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഭാഗത്തിന് പ്രിപ്പറേഷൻ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു കാര്യത്തിന് നമ്മൾ ഇറങ്ങി പോകുന്ന സമയത്തിൽ ഐ വോണ്ട് ടു നോ വാട്ട് ഐ എം ഗെറ്റിംഗ് ഇൻ ടു. അത് അറിഞ്ഞാലാണ് നമുക്കൊരു പീസ്ഫുള്ളായിട്ട് നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് ഇറങ്ങിപ്പോയത്. ലാംഗ്വേജ് ഒരു വലിയ പ്രശ്നമായിരുന്നോ മലയാളത്തിൽ വന്ന് അഭിനയിക്കുന്ന സമയത്ത്? ഇല്ല, ഞാൻ ആ സമയത്തിൽ ഞാൻ മലയാളത്തിൽ പറയുന്നത് ഞാൻ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ എഴുതിയിട്ട് അത് ഞാൻ പിന്നീട് വായിച്ചിട്ട് അതിൻ്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കും. മീനിങ് മനസ്സിലായ പിന്നെ അത് എൻ്റെ തോട്ട് പ്രോസസ് ആണെന്ന് പോലെയാണ് ഞാൻ അത് പറയും. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ അതിഥിയെ വിളിക്കാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ആരെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, എന്തൊക്കെ വിശേഷങ്ങളാണ്, അതൊക്കെ നമുക്ക് കേൾക്കാം. അതിനുമുമ്പ് ഒരു പ്രൊഫൈൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ വരുന്ന ആളെ കുറിച്ചിട്ട്. അതൊന്ന് ആദ്യം കാണാം. ഓക്കെ, യെസ്. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ അഞ്ജന കല്ലുകൾ മിനുക്കിയടുക്കിയ അഖിലാണ്ട മണ്ഡല ശില്പി. കേൾക്കാൻ ഇമ്പമുള്ള ഗാനങ്ങളുമായി സൈക്കിളിൽ ആളുകൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന ദേവതയാണ് ഉഷ. മന്ദിരമേ നിന്റെ നീലമാർമുടി ചുരുളിൻ്റെ അറ്റത്ത്. ഞാൻ ലോട്ടറി വെക്കാൻ കാരണം എനിക്ക് വല്ലപ്പോഴൊക്കെ ഒരു പണി കിട്ടിയാലൊന്നും കുടുംബം കഴിയില്ല, എൻ്റെ മോൻ്റെ മരുന്ന് വാങ്ങിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്നോട് പലവരും പറഞ്ഞു, ചേച്ചി 10 ടിക്കറ്റ് വിൽക്കും. അങ്ങനെ ഞാൻ ആദ്യം ഒരു കുറ്റി എടുത്ത് വിറ്റു. അപ്പോൾ എനിക്ക് തോന്നിയില്ല 2 കുറ്റി കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ അത്താണി എയർപോർട്ടിൻ്റെ അവിടെയൊക്കെ പോകും, സൈക്കിൾ ചവിട്ടിയിട്ടാണ് ഞാൻ പോകണം. അങ്ങനെ ക്ഷീണിച്ച് വീട്ടിലേക്ക് വരും, വീണ്ടും നാളെയും പോകണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പേരിൽ എൻ്റെ കുടുംബം കഴിയാൻ വേണ്ടി അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകണം. അസുഖബാധിതനായ മകനെ ആരോഗ്യവാനാക്കാനാണ് ഈ അമ്മ ഇന്നും സൈക്കിളിൽ ലോട്ടറി വിൽപ്പന നടത്തുന്നത്. ഓടപ്പഴം പോലൊരു പെണ്ണിനു വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോനാണ്ടി. 12 വയസ്സായ ഒരു കുട്ടി സൈക്കിൾ കൊണ്ടുപോകണ മാതിരിയാണ് ഞാൻ ഈ 57ാമത്തെ വയസ്സിൽ കൊണ്ടുപോകണം. സൈക്കിൾ എൻ്റെ കൈ കിട്ടിയാൽ എനിക്കൊന്നും നോക്കണില്ല, വണ്ടികൾ വന്നുണ്ടോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ചിന്തയില്ല. മോൻ്റെ ഒറ്റ ചിന്തയാണ് എൻ്റെ മനസ്സിൽ. എൻ്റെ ആ ചിന്ത പോലെ തന്നെ എൻ്റെ ലോട്ടറി ടിക്കറ്റുകളെല്ലാം തീരുകയും ചെയ്യും. മറ്റുള്ളവർക്ക് ഭാഗ്യം നൽകുന്ന ഉഷയ്ക്ക് സ്വന്തം ജീവിതത്തിൽ നിർഭാഗ്യങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. മകന്റെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള യാത്രയാണ് ആ സൈക്കിളിലെ ലോട്ടറി ടിക്കറ്റുകൾ. സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. മറ്റുള്ളവർക്ക് സംഗീതത്തിന്റെ ആസ്വാദനവും ലോട്ടറിയുടെ ഭാഗ്യവും നൽകുന്ന ചാലക്കുടി ഉഷയുടെ ജീവിതം ഇനി നന്മയുള്ളതാകട്ടെ. അമൃത റെഡ് കാർപ്പറ്റിലേക്ക് എൻ്റെ കുറച്ച് സങ്കടങ്ങളും എൻ്റെ പാട്ടും മണിച്ചേട്ടൻ്റെ 2-3 പാട്ടുമായി ഞാൻ എത്തും. അപ്പോൾ
റെഡ് കാർപ്പറ്റിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതായത് നമ്മുടെ അമ്മയുടെ പ്രൊഫൈല് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി, അതായത് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത് മകന് വേണ്ടി ഇങ്ങനെ പോരാളുന്ന ഒരു അമ്മയാണ്. പക്ഷെ ആ പോരാട്ടം വെറുതെ അല്ല, അതിങ്ങനെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയും ഈ ഫെമിനിസം, ഫെമിനിസ്റ്റുകൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ടോപ്പിക് ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷെ എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, ഇങ്ങനെയുള്ള അമ്മമാരാണ് റിയൽ ആ ഒരു ഫെമിനിസ്റ്റ് എന്നുള്ള പേരിൽ നിൽക്കാനൊക്കെ യോഗ്യതയുള്ള, അർഹതയുള്ളത് ഇവർക്കാണെന്ന് തോന്നിയിട്ടുണ്ട്. മീരയ്ക്ക് എന്താണ് അഭിപ്രായം? പക്ഷെ അമ്മയെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവര് ഭയങ്കര ഇമോഷണൽ ആണ്. അതെ, ഇപ്പൊ തന്നെ അവരൊക്കെ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. പിന്നെ ഇതുപോലത്തെ ഒരു വേദിയിൽ വന്നിട്ട് അവർക്ക് ഐ മീൻ അവർ ഇത് ഒന്നും ചെയ്തിട്ടല്ല അവർ ഇത് ചെയ്യുന്നത്. ഇത് അവരുടെ ഐഡന്റിറ്റി ആണ്. ഇത് അവരുടെ മോനക്ക് വേണ്ടി ചെയ്യുന്നത് തന്നെയാണ് അവരുടെ ലൈഫ് അല്ലേ? ഇതാണ് നിങ്ങളുടെ ലൈഫ്, ഇതിനു വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത്, മോന് വേണ്ടി മാത്രം. എങ്ങനെയാണ് ഈ ഒരു ശക്തി കിട്ടുന്നത് നിങ്ങൾക്ക്? ശക്തി എന്ന് പറയുന്നത് അവന് എന്തൊക്കെ വന്നാലും ഞാൻ നേരിടാൻ തയ്യാറോടുകൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. നാളെ എങ്ങനെയൊക്കെയാണ് അവന് മരുന്ന് മേടിക്കാൻ ഞാൻ വിചാരിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അത് നടന്നിരിക്കും. അതെ, നമ്മുടെ മനസ്സിൽ ഒരു തീരുമാനമുണ്ട്. അവന് വേണ്ടിയിട്ട് അവൻ എന്താഗ്രഹിക്കുന്നോ അത് ഞാൻ നേടാൻ തയ്യാറാണ്. അവന് ഒന്നിനും ആഗ്രഹപ്പെടരുത്, ഇല്ല മറ്റൊരാളുടെ ഒരു സാധനം കണ്ട് അവൻ കൊതിക്കരുത്. അത് വേണ്ടിയിട്ട് തന്നെ ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഈ അതായത് ശരിക്കും പറഞ്ഞാൽ ഈ മകന് എന്താണ് ശരിക്കും പറ്റിയത്? എത്ര വയസ്സ് മുതലാണ് ഈ ബുദ്ധിമുട്ട്? മോന് +2 പഠിക്കുമ്പോ അവൻ ഒന്ന് പേടിച്ചു. അവൻ ഒരു 2 മണി സമയത്ത് നമ്മുടെ ഈ വിളക്ക് പരിപാടി സമയത്ത് ശബരിമലയുടെ, അപ്പൊ അവൻ എങ്ങും പോവാത്ത ഒരു കുട്ടിയാണ്. ഒരു ദുർശീലവും ഇല്ല, നമ്മളോട് ഇന്ന് വരെ ഒരു ദുഷിച്ച വാക്ക് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവന് വേണ്ടിയിട്ട് എന്തും ഞാൻ നേടിക്കൊടുക്കാൻ തയ്യാറോടുകൂടിയിരിക്കണത്. അപ്പൊ ആ രാത്രി അന്ന് എന്ത് കണ്ടിട്ടാ പേടിച്ചത്? അവൻ ഒരു പോത്ത് പാടത്ത് നിൽക്കണ പോലെ തോന്നിയെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് വീട്ടിൽ വന്നോണ്ട് പറഞ്ഞു പോത്ത് പാടത്ത് നിൽക്കണം. അങ്ങനെ അവൻ്റെ അടുത്തേക്ക് ചെല്ലണം മാതിരി തോന്നി. അപ്പോൾ പിറ്റാൻ ദിവസം ക്ലാസ്സിൽ പോകണ്ടായപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ നീ എന്തി ക്ലാസ്സിൽ പോകണ്ട ഇങ്ങനെ ഇരിക്കണേ? അപ്പോൾ ഒരു കട്ടിലിൻ്റെ ഇടയിൽ പോയിരിക്കുകയാണ് മോൻ. അപ്പം ഞാൻ ചോദിച്ചു, മോനെ എന്നെ പറ്റിക്കണമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, ഒന്ന് എഴുന്നേറ്റ് പോടാ, ക്ലാസ് വിടാറായി എന്ന് പറഞ്ഞു. അപ്പം 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ അവൻ പറയാണ്, ഞാൻ ദേ വന്നമ്മ എന്നെ കുത്താൻ, ദേ വന്നമ്മ. അപ്പോഴും ഇങ്ങനെ എന്നെ കളിപ്പിക്കണമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ അങ്ങനെയൊക്കെ പറയാണ്ട് അമ്മേനെ പറ്റിക്കാണ്ട് സ്കൂളിൽ പോകും മോനേന്ന്. എപ്പോഴും അത് തന്നെ, ദേ വന്ന് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി 3-4 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ മാറ്റം വന്നില്ല. അപ്പം നമ്മുടെ അവിടങ്ങളിലുള്ള ക്രിസ്ത്യാനികൾ പറഞ്ഞു, പക്ഷേ മോനൊന്ന് ചികിത്സിക്കാൻ കൊണ്ടുപോയി എവിടെയെങ്കിലും. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞെങ്കിലും നമ്മൾ അപ്പോഴത്തേക്കുള്ള ചില്ലറ ഉണ്ടാവുള്ളൂ. ഇവനെ കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ എനിക്ക് കൂടെ ആരും 10 പൈസ തരാനോ എനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്ന്, അത് ഞാൻ ഇവൻ്റെ അച്ഛൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ആ ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് എൻ്റെ വീട്ടുകാർ 10-50 വീട്ടുകാരുണ്ട്. അപ്പോൾ അവരാരും സഹകരിക്കില്ല. ഇപ്പോഴും അവർക്ക് ആ ദേഷ്യം മാറിയിട്ടില്ല. ഇപ്പം അവൻ്റെ അച്ഛനും ഇല്ല, അച്ഛൻ മരിച്ചു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എൻ്റെ മോൻ ഇത്ര പെട്ടെന്ന് യേശുവിനെ കുരിശിൽ തറച്ചു, അതേപോലെ എന്നെയും തറച്ചു. അപ്പൊ ഇപ്പൊ ഈ പാട്ടുകൾ പാടി ലോട്ടറി വിറ്റ് ആക്കിയാണ് ഇപ്പോഴത്തെ ഒരു ജീവിതം പോകുന്നത്. അങ്ങനെ ഒരു ജോലി ചെയ്യാം, അല്ലെങ്കിൽ ഈ പാട്ടും കൂടി എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് എല്ലാം വെച്ചിട്ട് ഇത് ചെയ്യാമെന്ന് അങ്ങനെ തോന്നി ആരെങ്കിലും പറഞ്ഞിട്ടാണോ? അത് ഇല്ല. എനിക്ക് എൻ്റെ മോന് മരുന്ന് വാങ്ങിക്കണ്ടേ, അപ്പം എന്നെ ദൈവം തോന്നിപ്പിക്കാണ്, ഇന്ന പണി ചെയ്. അപ്പം അങ്ങനെ ഒരു നേരത്തെ മരുന്ന് ഇന്ന് വരെ മുടക്കിയിട്ടില്ല. അസുഖം വരുന്നതിന് മുൻപ് നന്നായി പഠിക്കുമായിരുന്നു. പഠിക്കും. അപ്പൊ അമ്മയുടെ മനസ്സിലൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, അവനെ പഠിപ്പിച്ച് കുറച്ചും കൂടി നല്ല. തീർച്ചയായിട്ടും ഞാൻ മനസ്സുകൊണ്ട് പലതും വിചാരിച്ചു, പക്ഷെ അതൊക്കെ താറുമാറായി പോയി. പക്ഷെ അവന് മറ്റുള്ള കുട്ടികൾ ഒരേ വഴിക്ക് നീങ്ങുമ്പോൾ അവന് വിഷമമുണ്ടാവും. അപ്പൊ അതറിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വാരിക്കോരി സ്നേഹവും കൊടുക്കും, അവന് വേണ്ട കാര്യങ്ങളും ചെയ്യും. അവന് മോളിൽ കൂടെ പോണതൊഴിച്ച് എന്തൊക്കെ വേണം അത് ഞാൻ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടുതലും ഞാനിങ്ങനെ ആവാൻ കാരണം എൻ്റെ മോൻ്റെ ഓരോ ചിന്തകളാണ്. ഞാൻ അവനെ പറ്റി ചിന്തിക്കും. അവനെ ഉറങ്ങി കഴിയുമ്പോഴാണ് അവൻ്റെ മുഖത്ത് നോക്കിയിരുന്ന്
അമ്മ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ, അതായത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ മോനെ നോക്കുന്നു, അത് ചെയ്യുന്നു, പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ഈ കറണ്ട് സിറ്റുവേഷനിൽ കുറേ ന്യൂസൊക്കെ കാണും, മക്കളെ ഉപേക്ഷിച്ചിട്ട് അമ്മ പോകുന്നു, അല്ലെങ്കിൽ മക്കളെ ഞാൻ ഇന്നലെയും കൂടി പറഞ്ഞു, അമ്മ മരിക്കുമ്പോ അമ്മയുടെ പിന്നാലെ പോരുമോ? അയ്യോ. അപ്പൊ ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കാൻ ഇപ്പൊ നമുക്ക് എത്രത്തോളം മനസ്സിലാവും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അമ്മ പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത്രയ്ക്കൊരു സ്നേഹമാണ്, ആ മകന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. ഈ ചികിത്സയ്ക്കായിട്ട് ആരും സഹായിക്കാനൊന്നും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. ആരെങ്കിലും പോയി കണ്ടിരുന്നോ നിങ്ങളുടെ നാട്ടിലെ തന്നെ ആരെങ്കിലും? അല്ലെങ്കിൽ അപ്പൊ അത് മറ്റുള്ള ബന്ധുക്കൾ അറിയുമെന്ന് വെച്ചിട്ട് നാണക്കേട് കൊണ്ട് പോവാറില്ല. ഇപ്പൊ ഡോക്ടർ എന്താ പറയുന്നത്, അതായത് എത്ര നാള് മരുന്ന് അവര് പറയണേ ഒരു 5-6 കൊല്ലം കൂടി ചിലപ്പോ മരുന്ന് കഴിക്കേണ്ടി വരും. 5-6 കൊല്ലം കൂടി. അപ്പൊ അത് മുടങ്ങാണ്ട് അങ്ങനെ. അപ്പൊ ഇന്നിപ്പോ നമ്മുടെ ഇവിടെ വന്നിരിക്കുമ്പോ അമ്മയ്ക്ക് ഇത് കാണുന്ന ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് വിഷമിക്കുന്ന അമ്മമാരുണ്ടാവും. ചിലപ്പോ ഉഷാമ്മയുടെ അത്രയും ഒരു മനക്കരുത്തില്ലാത്ത ഒത്തിരി പേരുണ്ടാവും. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? അവരോട് ഞാൻ പറയണേ, എന്നെ പോലെ ധൈര്യം കാണിച്ച് നിൽക്കാം മക്കൾക്ക് വേണ്ടിയിട്ട്. ആ മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മമാര് ധൈര്യം കാണിച്ച് നിൽക്കാം. അപ്പൊ അവരുടെ അസുഖം മാറിപ്പോവും. ഇത്രയും മകനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ മക്കളെ സ്നേഹിക്കുന്ന ഒരു അമ്മയെ ഞാൻ എൻ്റെ നേരിട്ടുള്ള ലൈഫിൽ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻ്റെ അമ്മയെക്കാളും ഒക്കെ മക്കൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന അത്രയും ഒരു അമ്മയാണ് ഞാൻ കണ്ടുമുട്ടിയത്. അതിൽ ഒരുപാട് സന്തോഷം. എത്രയും പെട്ടെന്ന് എന്നുള്ള വാക്ക് കുറച്ച് ആലങ്കാരികമായി പോകും. എത്രയും പെട്ടെന്നല്ല, എന്നാലും എല്ലാ കാര്യങ്ങളും ശരിയായി ഡോക്ടേഴ്സ് പറഞ്ഞതിനേക്കാളും മുൻപ് മകൻ്റെ അസുഖം മാറി ഈ പറഞ്ഞ പോലെ വേറെ ജോലിക്കൊക്കെ ചെയ്ത് അമ്മയ്ക്കും അഭിനയവും പാട്ടും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവും. കലാഭവൻ ചേട്ടന് എനിക്ക് തോന്നുന്നു ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടായിരിക്കും മണിച്ചേട്ടന്റെ പാട്ടുകൾ മീര ചേച്ചിക്ക് എങ്ങനെയാ മണിച്ചേട്ടന്റെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും നാടൻ പാട്ടുകൾ അഭിനയിച്ചിട്ടുണ്ട്? അപ്പൊ ഈ മീര ചേച്ചിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മീരയ്ക്കും എനിക്കും വേണ്ടിയിട്ട്, നമ്മുടെ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് മണിച്ചേട്ടന്റെ ഒരു 4 വരി പാട്ട്, അമ്മയുടെ ഇഷ്ടമുള്ള ഒരു പാട്ട്. കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പൊന്നാരേ, മാമ്പഴമാകട്ടേന്ന് വെള്ളമേപ്പുള്ളിയുള്ള എന്നും പാവാട എത്ര ഞാൻ വാങ്ങി തന്നോ എൻ്റെ പൊന്നാരേ, എത്ര ഞാൻ വാങ്ങി തന്നോ. കോളേജിൽ പോകുമ്പോൾ പല മുഖം കാണുമ്പോൾ എന്നെയും ഓർത്തിടണേ എൻ്റെ പൊന്നാരേ, എന്നെയും ഓർത്തിടണേ. ഓടുന്ന വണ്ടിയിൽ ചാടി കയറുമ്പോൾ വീഴാതെ സൂക്ഷിക്കണേ എൻ്റെ പൊന്നാരേ, വീഴാതെ സൂക്ഷിക്കണേ. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പൊന്നാരേ, മാമ്പഴമാകട്ടേന്ന്. സൂപ്പർ, അടിപൊളി. ആ പാട്ടങ്ങ് പാടിപ്പിക്കാൻ വേറൊരു എനർജി അങ്ങ് വന്നു അല്ലേ? ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും ഒക്കെ ഉള്ളൊരു എനർജി. ഇപ്പൊ കുറച്ച് വിഷമമൊക്കെ മാറി, ഒന്ന് സന്തോഷമായി. എനിക്ക് ആ പഴയ സന്തോഷത്തിലേക്ക് വന്നു. അടിപൊളി. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. കാരണം കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോ എന്ത് പറയണം, എങ്ങനെ പറയണത്, പക്ഷെ പാട്ടങ്ങ് വന്നപ്പോ മൊത്തത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് എനർജിയായി. അങ്ങനെ പെട്ടെന്ന് മാറിയവര്. അതാണ്. ഒരു സിനിമ പാട്ടിലേക്ക് പോയാലോ? സിനിമ പാട്ട് നിന്ന് പാടാം, കസേരയൊക്കെ മാറ്റാം, കുറച്ചും കൂടി ഡാൻസ് ഒക്കെ ചെയ്ത് പാടണമെങ്കിൽ ആവാലോ അല്ലേ? ശരി, യെസ്, റെഡി. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ, പെണ്ണിന്റെ കൊട്ടയില് നെയ്യുള്ള പിടക്കണ മീനാണേ. മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. പാടാൻ പറ്റുന്നില്ല മോളെ, വിഷമമുണ്ട് എനിക്ക്. മോന് വേണ്ടിയിട്ടല്ലേ മോളെ ഇവിടെയൊക്കെ കയറുന്നത്.
അസലായിരുന്നു. ഈ ഇത്ര പാട്ട് പാടി ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. 2 പാട്ടും അല്ലേ, നമുക്ക് വേണ്ടി പാടി തന്ന 2 പാട്ടും അടിപൊളിയായിരുന്നു. അതുപോലെ ഇടയിൽ നല്ല ഡാൻസ് സ്റ്റെപ്പൊക്കെ കണ്ടു, ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പൊക്കെ എല്ലാം കൊണ്ട് നന്നായിരുന്നു. അപ്പൊ ഇനി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കരയരുത് കേട്ടോ. ഇപ്പൊ നമ്മൾ പാട്ടൊക്കെ പാടി ഹാപ്പി വിളിച്ച് ഇവിടെയൊക്കെ വരാൻ പറ്റിയ ഈ പാവപ്പെട്ട എനിക്ക് അതെ എത്രയും വലിയ സന്തോഷം. സന്തോഷത്തിന്റെ കരച്ചിലാണല്ലേ, അത് കുഴപ്പമില്ല. അപ്പൊ അത് കുഴപ്പമില്ല. അപ്പൊ പാവപ്പെട്ട എനിക്കിന്ന് വരാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെറുതെ ആൾക്കാർ നമ്മൾ വിളിക്കില്ലല്ലോ. അമ്മ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് പ്രചോദനമാവുന്ന ഒരു സ്ത്രീയായിട്ട് മാറി. എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ, ഇത്ര കോടി ജനങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ വെറും ഒരാളൊന്നും അല്ല, എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് ഈ ആളില്. മീര വരൂ. അപ്പൊ നമുക്ക് കാണാം, എല്ലാരോടും ഒരു ടാറ്റ ബൈ ബൈ പറയും. ഇനി വീണ്ടും കണ്ടുമുട്ടാം എന്നുള്ള രീതിയിൽ. വീണ്ടും കണ്ടുമുട്ടാൻ. ടാറ്റാ ടാറ്റാ ബൈ ബൈ. Costume Goddess.